ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കുന്നത് സുകുമാരി ചേച്ചീനെയാണ് ഞാൻ വരയ്ക്കുന്നത്. സുകുമാരി ചേച്ചി ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഉള്ളിൽ എപ്പോഴും തെളിഞ്ഞു വരുന്നത് ഈ മക്കളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ഒരു അമ്മയുടെ മുഖമാണ് എനിക്കെപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു വരാറുള്ളത്. കണ്ണ് നനഞ്ഞ് അല്ലെങ്കിൽ മക്കളുടെ സ്വപ്നങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന അമ്മയായിട്ടാണ് എപ്പോഴും എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും അമ്മമാർ അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരിപ്പോഴും അവരെക്കുറിച്ചായിരിക്കില്ല ചിന്തിക്കുന്നത്. അവരുടെ മക്കൾ ഒരു നല്ലൊരു നിലയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പെന്ന് തന്നെ പറയാം. പെട്ടെന്നിപ്പോൾ മനസ്സിലേക്ക് ഓടിക്കേറി വന്ന രണ്ട് ചിത്രങ്ങൾ, ഒന്ന് രാംജി റാവ് സ്പീക്കിങ്ങിലെ അത് മുകേഷിൻ്റെ അമ്മയായിട്ട് ഒരു പാട്ടുണ്ട് ആ സമയത്ത്. അത് നല്ലൊരു പാട്ടായിരുന്നു അത്. അതും പിന്നെ കൂടാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാസ്റ്റ് സീൻ, ക്ലൈമാക്സ് സീനുള്ള ദശരഥം, അങ്ങനെ ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ നേഴ്സായിട്ടൊക്കെ വരുന്ന ഒരു കഥാപാത്രമായിട്ട് ഉണ്ട്. അതെനിക്കിപ്പോൾ ഓർമ്മയിൽ വന്ന്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വേർഡ് പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണ്. പ്രാക്ടീസ്. ഇപ്പോൾ ഞാൻ പറയണത് ഇത് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് വരയ്ക്കുന്ന ഒരു ചിത്രമാണ്. ഇന്നിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വേർഡ് എസ്കേപ്പ് എന്നുള്ള വേർഡാണ്. നൈസായിട്ടങ്ങ് ഊരുക എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ആ വാക്കിന് ഇത് വരുന്നത്. നമുക്ക് പറ്റാത്ത സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് 100% നമ്മുടെ മൈൻഡോ നമ്മുടെ ഇതോ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരം കാണിച്ചു വയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ഓർത്ത് നമുക്ക് വിഷമിക്കുന്നതൊക്കെ നല്ലത് ആദ്യമേ നമ്മളത് വിഡ്രോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ലൈഫിലൊരു പ്രോബ്ലം വന്നാൽ അത് ഫേസ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകണമെന്ന്. ആക്ച്വലി അത് നമ്മുടെ പേഴ്സണലായിട്ട് നിൽക്കുന്ന പ്രോബ്ലംസിൻ്റെ കാര്യമാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്, ശരിയായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ജോലിയുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഒരു പ്രശ്നം വരികയും അത് സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മൾക്ക് പേഴ്സണലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു തരം സ്ട്രെങ്ത്ത് കിട്ടുകയും അതുകൂടാതെ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയും ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു പ്രശ്നം വേറെ ഔട്ട്സൈഡ് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഇറങ്ങുകയാണ്, ആ ഒരു പ്രശ്നം കറങ്ങിത്തിരിഞ്ഞ് എല്ലാം കൂടി നമ്മുടെ തലയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് വേറെ ഒരു ഇതിലേക്ക് പോകും. നമ്മളെയും കൊണ്ട് പോവുക എന്നുള്ള ഒരു ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഔട്ട്സൈഡ് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ കഴിവതും അത് എസ്കേപ്പ് അടിച്ച് പോകണത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ട്രസ്റ്റ് എന്നുള്ള വാക്ക് അത് ഫെയ്ഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ അടുത്ത് നടക്കുന്ന ക്രൈംസുകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എല്ലാം ട്രസ്റ്റ് ഫെയ്ഡാവുന്ന സ്ഥലങ്ങളിലെല്ലാം ക്രൈം ഡീപ്ലി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നിയേക്കണത് ഏറ്റവും കൂടുതൽ മാറി വിട്ടു പോകേണ്ടത് ടോക്സിക്കായ ആൾക്കാരുടെ അടുത്ത് നിന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് നമ്മുടെ ഹെൽത്ത് മാത്രമല്ല, നമ്മൾ വേറെ ഒരു എന്താ പറയുക, ഡിപ്രഷൻ പോട്ടെ, ആൻസൈറ്റി, ആ ലെവലിലേക്ക് നമ്മൾ പതുക്കെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ വെച്ചാൽ ഈ നിരന്തരമായി ടാർഗറ്റ് ചെയ്ത് നമ്മളെ ഒരു ഹരാസ്മെൻറ്റിലേക്ക് മാറ്റുകയും, ഇല്ലെങ്കിൽ നമ്മൾ മെൻ്റലി ഒരു ഡിസ്റ്റർബ്ഡ് ആവണേ ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഇല്ലെങ്കിൽ അയാളുടെ ഒരു പ്രസൻസ് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ പറയുകയാണ്, ആ വ്യക്തിയെ നമ്മുടെ എടുത്ത് മാറ്റണത് വളരെ 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 ഉപകാരമായിരിക്കും. അത് നമ്മുടെ എന്താ പറയുക, ഒരു വലിയൊരു പ്രോബ്ലം എടുത്ത് നമ്മൾ തന്നെ മാറ്റി വെക്കുന്ന ഫീലാണെന്ന് എനിക്ക് തോന്നുന്നത്. ചില മനുഷ്യർക്ക് എന്താ പറയുക, തീരെ റൊമാൻറ്റിക് ആവാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ്
തീരെ അവർക്ക് പരിചയമല്ലാത്ത ചില മനുഷ്യരുണ്ടാവും. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റഗറി പെടുത്താൻ പാടില്ല. അവർ നമ്മളെ എന്താ പറയുക, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, പക്ഷേ അവർക്കത് നമ്മളോട് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അവരൊരിക്കലും ഈ ഒരു എന്താ പറയുക ടോക്സിക് പീപ്പിളായിട്ട് ആഡ് ചെയ്യാനേ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള വേർഡാണ്. വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് തോന്നണയാണ് അവർ നമുക്കൊരു എന്തെങ്കിലും ഒരു ഓഫറിങ് തരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വീണ്ടും അതിലേക്ക് വീഴരുതെന്നാണ്. അപ്പം നമ്മൾ എസ്കേപ്പ് അടിക്കുന്നത് തന്നെയാണ് നമുക്കും നമ്മുടെ ഫാമിലിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ അടുത്ത് നടന്ന ഒരു 10ാം ക്ലാസ് പിള്ളേരുടെ ഒരു ഫൈറ്റിൽ ഒരു കുട്ടി മരണപ്പെട്ടു പോയ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ വീഡിയോ കാണുന്ന ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത്, നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെന്ന് എപ്പോഴെങ്കിലും ഒരു നിമിഷം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം നമ്മൾ ആ ഒരു പരിപാടിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലഹരി ഏതായാലും അതൊരു പരിധി കൂടുതൽ കഴിഞ്ഞാൽ ബോഡി റിയാക്ട് ചെയ്യുന്നുള്ളതാണ് ഒരു സത്യം. നമ്മളിതിന് മെഡിസിൻ എടുത്താലും അതിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. മരണം ഒരു എസ്കേപ്പായിട്ട് കാണുന്ന കുറച്ച് മനുഷ്യരുണ്ട്. ഇതിപ്പോൾ ഓർമ്മകളിലേക്ക് ഒരു എസ്കേപ്പ് എന്നും കൂടി പറയാം. ഓക്കെ, നമ്മുടെ പിക്ചർ ഏകദേശം ഫിനിഷിങ് ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ മുടിയുടെ അവിടെ കുറച്ച് കട്ടിങ്സ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റാക്കണമെന്നുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് ആവും. ഓക്കെ, നമ്മുടെ പിക്ചർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലേതെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ വിട്ട് കളയുക. ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനാണ്. താങ്ക് യു വെരി മച്ച്.